ഗാസയെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ റഫ അതിർത്തി വീണ്ടും തുറക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു. നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ഈ നടപടി. എന്നാൽ അതിർത്തിയുടെ സുരക്ഷാ മേൽനോട്ടത്തിലും പ്രവർത്തനങ്ങളിലും യൂറോപ്യൻ യൂണിയന്റെ സാന്നിധ്യമുണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി റഫ അതിർത്തി തുറക്കുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇസ്രായേൽ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തതിനെ തുടർന്നാണ് റഫ അതിർത്തി പൂർണ്ണമായും അടച്ചത്. സഹായ വിതരണവും ആളുകളുടെ യാത്രയും പുനരാരംഭിക്കാൻ ഇസ്രായേൽ അനുമതി നൽകി. പുതിയ കരാർ പ്രകാരം അതിർത്തിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ മിഷൻ നേരിട്ട് മേൽനോട്ടം വഹിക്കും. പാലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള സിവിൽ ഉദ്യോഗസ്ഥരായിരിക്കും അതിർത്തിയിൽ പരിശോധനകൾ നടത്തുക. രോഗികൾക്കും പരിക്കേറ്റവർക്കും അടിയന്തരമായി പുറത്തുപോകാനും ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കാനും ഈ നീക്കം വഴിതെളിക്കും. അതിർത്തിയിലെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ യൂറോപ്യൻ യൂണിയൻ എത്തുമെങ്കിലും ആയുധങ്ങൾ കടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.